ഹലോ നമസ്കാരം, സുബൈർ ബാബാണ്. വീടായ വീട് മുഴുവനും ജപ്തിയില്. കേരളക്കാർ മുഴുവനും ജപ്തി ഭീഷണിയുടെ നടുവിലൂടെ കേരളത്തിലെ ഓരോ മക്കളും എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയാം നിങ്ങൾക്ക്? എല്ലാവരും നടു റോട്ടിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. കൊറോണ കാലഘട്ടം മുതല് എന്ത് സംഭവിച്ചു കേരളത്തിന്? കൊറോണ സമയത്ത് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു ബാങ്കുകളായ ബാങ്കുകൾ. പിന്നെ എന്താ സംഭവിച്ചത്? ആ മൊറട്ടോറിയം പ്രഖ്യാപിച്ച ഏകദേശം ഒരു വർഷത്തോളം അടവുകൾ അത് അവർ പലിശയും മുതലും ചേർത്ത് ഇവർ മുതലിലേക്ക് ആഡ് ചെയ്തു. എന്നാൽ ഈ ഒരു വർഷം നഷ്ടപ്പെട്ട ആ ഒരു കാലാവധി ബാങ്കുകളെ കാലാവധി നീട്ടിക്കൊടുക്കാതെ തവണ സംഖ്യകൾ അധികരിപ്പിക്കുകയാണ് ഉണ്ടായത്. മനസ്സിലായില്ല? അതായത് ഒരു വർഷ കാലാവധി കുറയുമ്പോൾ ഒരു വർഷം അടക്കേണ്ടതായിട്ടുള്ള വരുന്ന സംഖ്യ, ആ സംഖ്യ മുതലിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു 10 ലക്ഷം അടക്കേണ്ട വ്യക്തിയാണ് എങ്കിൽ 12 ലക്ഷം ആകുകയും, എന്നാൽ 6 വർഷം കാലാവധി ഉള്ളവന് 5 വർഷം കാലാവധിയാക്കി കുറക്കുകയുമാണ് ഉണ്ടായത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു 15,000 രൂപ പെർ മന്ത് അടക്കേണ്ട മനുഷ്യന് 18,000 രൂപ അടക്കേണ്ട സാഹചര്യം വന്നു. അങ്ങനെ ഓവർലോഡ് വന്ന് ഇന്ന് വീടായ വീടുകളെല്ലാം ജപ്തി ഭീഷണിയിലാണ്. ഓരോ വീടുകളിൽ നിന്നും നൊമ്പര കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും സുബൈർ ബാപ്പുവിന് മാത്രം വരുന്ന കോളുകള്, ഞങ്ങളെ വീട് ജപ്തി ഭീഷണിയാണ്, ഞങ്ങളെ വീടൊന്ന് വിറ്റ് തരുമോ, നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട് ബാങ്കുകാര്, എങ്ങനെ രക്ഷപ്പെടും, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ, ആരെങ്കിലും കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങി തരാൻ സാധിക്കുമോ എന്നതിന് ശേഷം ആ പൈസ ബാങ്കിൽ അടച്ച് ഞങ്ങൾ ഈ ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് കൊണ്ടുവച്ച് അവരെ പൈസ തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നൂറുകണക്കിന് കോളുകളാണ് ഓരോ ദിവസങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരൻ, എനിക്ക് അറിയുന്ന ഒരു സഹോദരൻ എന്നെ വിളിക്കുകയും ആ വീട്ടിൽ പോവുകയും അവരുടെ ആ കഥകൾ കേൾക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ഏകദേശം ഒരു 50 ലക്ഷം രൂപയോ 60 ലക്ഷം രൂപ വില മതിക്കുന്ന വീട് 40 ലക്ഷം രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത്. അത്രത്തോളം ദയനീയ അവസ്ഥയിലാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല? എന്തുകൊണ്ട് സർക്കാർ അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല? എന്തുകൊണ്ട് ബാങ്ക് അസോസിയേഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല? എന്തുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ശബ്ദിക്കുന്നില്ല? വളരെ ഗൗരവമുള്ള വിഷയമാണ് സുബൈർ ബാപ്പു പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ വീടിന്റെ മുകളിലും ജപ്തി നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. അത് മാത്രമാണോ ബാങ്കുകൾ ചെയ്യുന്ന ചതി? ഒന്നൊന്നര ചതികളാണ് ചെയ്യുന്നത്. ആ സഹോദരൻ എന്നോട് പറയാ, ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ 9% പലിശ, എന്നാൽ ഇപ്പോൾ എന്റെ പലിശ 11.5% ഇപ്പോൾ എന്റെ പലിശ 11.5% എന്ത് ചെയ്യണം? ഒരു പിടുത്തവുമില്ല. കാരണം ബാങ്കുകൾ ചതിയിലൂടെ സമ്പാദിക്കുകയാണ്. കാരണം 9.5% എന്ന് പറഞ്ഞ് പലിശ എടുപ്പിച്ചിട്ട് പലിശയ്ക്ക് പണം കൊടുത്തതിന് ശേഷം വർഷങ്ങൾ 2, 3, 4 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവന്റെ പലിശ സംഖ്യ നോക്കുമ്പോൾ ഇപ്പോ ബാങ്കിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കയ്യിൽ തന്നെ മൊബൈൽ ആപ്പ് ഉണ്ട്. ഏത് ബാങ്കിന്റെ ആപ്പ് നമ്മുടെ കയ്യിലുണ്ടാവും, ഇല്ലേ? ആ ബാങ്കിന്റെ ആപ്പിൽ നമുക്ക് തന്നെ നോക്കിയെടുക്കാൻ പറ്റും എത്രയാണ് നമ്മുടെ പലിശ, എത്രയാണ് നമ്മൾ തിരിച്ചടക്കേണ്ടത്, എത്ര നമ്മൾ അടച്ചു, എത്രയാണ് നമ്മൾ ഓരോ മാസത്തെ അടവ്, EMI ഒക്കെ നമുക്ക് നോക്കാൻ സാധിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 9.5% അദ്ദേഹം ഹൗസിംഗ് ലോൺ എടുത്തിട്ട് ഇപ്പം അദ്ദേഹം കറക്റ്റ് അടച്ചു പോകുന്ന വേറെ വ്യക്തി, ഈ വ്യക്തിയല്ല വേറൊരു വ്യക്തി. അദ്ദേഹം പറയാ, ഞാൻ കറക്റ്റ് എന്റെ ഒരു അടവ് പോലും തെറ്റിയിട്ടില്ല, ഇപ്പൊ ഞാൻ അടക്കുന്നത് 11% വെച്ചാണ്. ഈ 2.5% പലിശ കൂട്ടിയ വിവരം ഈ ബാങ്ക് അധികൃതർ എന്നെ അറിയിച്ചിട്ടില്ല. ചതിയിലൂടെ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന എത്ര കാലം നിങ്ങൾ ജീവിക്കും ബാങ്ക് ഉടമകളെ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മക്കളെ, 15 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 15 വർഷത്തേക്കോ 20 വർഷത്തേക്കോ നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ അത് 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. നിങ്ങൾ കറക്റ്റ് അടച്ചു പോയാൽ. നിങ്ങൾ കറക്റ്റ് അല്ല, തെറ്റിച്ചാണ് അടച്ചു പോകുന്നതിൽ അത് 50 ലക്ഷം ആവും. അതുകൊണ്ട് ബാങ്കുകളെ തീറ്റിപ്പോറ്റാതെ ചെറിയ വീടാണെങ്കിൽ ചെറിയ വീട് വെച്ച് ജീവിക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഇരിക്കൂര നഷ്ടപ്പെടും. ഇന്നലെ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരു ബാങ്ക് ജോലിക്കാരൻ, ബാങ്കിലെ ജീവനക്കാരൻ എന്ന് പരിചയപ്പെടുത്തി ഒരു സഹോദരൻ എന്റെ വാട്സപ്പിലേക്ക് ഒരു 10-15 വീടിന്റെ ഫോട്ടോ അയച്ചു തന്നു. ഒക്കെ 2 കോടി, 2.5 കോടി, 1 കോടി, 75 ലക്ഷം, 50 ലക്ഷം, അതിൽ ബിൽഡിംഗ് അടക്കമുണ്ട്. ഇതൊക്കെ ജപ്തിയാണ് അത്രേ. അപ്പൊ ലേലത്തിന് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടണം. നമ്മൾ ബാങ്ക് നിശ്ചയിച്ച സംഖ്യയുടെ ഒരു 10% കൂട്ടിയാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്നാ പറയുന്നത്. വാങ്ങാൻ ആര്? ഞാൻ ഈ കേരളത്തിലെ
എല്ലാ ബാങ്കുകാരോട് ചോദിക്കുകയാണ്, ബാങ്ക് അസോസിയേഷനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു തലക്കൻ അങ്ങനെ ജപ്തി ചെയ്ത് പോയാൽ ഈ ജനങ്ങൾ പൈസ തിരിച്ചടക്കുന്നില്ല എങ്കിൽ ഈ ജപ്തി ചെയ്യുന്ന വീട് ആര് വാങ്ങാനാണ്? ജപ്തി ചെയ്യുന്ന വീട് ആര് വാങ്ങും? നിങ്ങൾ അവർ അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് അവർ ഭൂമി വിറ്റിട്ടുണ്ടാവും. കാരണം നിങ്ങൾ അവർ അറ്റാച്ച് ചെയ്യും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർ ഭൂമി എപ്പോഴും വിറ്റ് എസ്കേപ്പ് ആയിട്ടുണ്ടാവും. 30 ലക്ഷം രൂപന്റെ വീടാണെങ്കിൽ ആ 30 ലക്ഷം രൂപന്റെ വീടിന് നിങ്ങൾ 40 ലക്ഷം ആക്കിയിട്ടുണ്ടാവും. അവന് വിറ്റാൽ കിട്ടുന്നത് പോലും 30 ലക്ഷം ആയിരിക്കും. 10 ലക്ഷം രൂപ അവന് വീണ്ടും കടം വാങ്ങിയിട്ട് വേണം ബാങ്കിന് അടക്കാൻ. അപ്പൊ അവന് ചിന്തിക്കാൻ എന്താ അറിയോ, 40 ലക്ഷം എന്തായാലും കിട്ടാൻ പോകുന്നില്ല, ബാങ്കിന് 40 കൊടുക്കും വേണം, അതിലാറ് നല്ല ജപ്തി ചെയ്ത് പോയിക്കോട്ടെ എന്ന് കരുതി അവൻ ജപ്തിക്ക് തയ്യാറാവുമ്പോൾ, അവൻ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഈ ബാങ്കിന് കിട്ടാത്ത പൈസ ഈ ബാങ്കിന് ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ ആടുകളും മാടുകളും കുറുക്കന്റെയും അങ്ങനെ എലിയുടെയും എന്താ പറയാ പട്ടിയുടെയൊക്കെ ആവാസ കേന്ദ്രമായി മാറുകയാണ് അല്ലെ. അങ്ങനെ ആവാസ കേന്ദ്രമായി മാറിയ ആ സ്ഥലം പിന്നെ ആരെങ്കിലും എടുക്കുവോ? പ്രേതാലയം എന്ന് പറയും. ആരെങ്കിലും എടുക്കൂല. അപ്പൊ അതുകൊണ്ട് ബാങ്കിന്റെ ആൾക്കാരോട് അതുപോലെ കേരള സർക്കാരിനോടും സുബൈർ ബാപ്പുവിന് പറയാനുള്ളത് ഒരു കാര്യമാണ്. EMA തുക ഞാൻ ഏകദേശം ഒരു 1.5-2 വർഷം മുമ്പ് പറച്ചിൽ തുടങ്ങിയതാണ്. വീണ്ടും പറയാണ് നിങ്ങളോട്, താല്പര്യം നിങ്ങൾ കേട്ടോ, താല്പര്യം നിങ്ങൾ കേൾക്കണ്ട. മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. മൊറട്ടോറിയം പ്രഖ്യാപിച്ചപ്പോൾ പൈസ ഒന്നും നടക്കണ്ട, നിങ്ങൾ തിരിച്ചടക്കണ്ട, കൊറോണ കഴിഞ്ഞിട്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഹാപ്പി ആയിരുന്നു അല്ലെ? നിങ്ങളൊക്കെ ഹാപ്പി ആയിരുന്നില്ല മക്കളെ? പിന്നെന്താ സംഭവിച്ചത് നിങ്ങൾക്ക്? ഈ കൊറോണ വന്നു, കൊറോണയിൽ ഒരു വർഷം തിരിച്ചടക്കാനാകാതെ നിന്നപ്പോ ബാങ്ക് EMI അടക്കണം, നമ്മൾ സന്തോഷം ഹാപ്പി ആയി എന്ന് കരുതി നിങ്ങൾ നിന്നു. ഇവരെന്ത് ചെയ്തു? ഈ പലിശയും മുതലും ചേർത്തിട്ട് നിങ്ങളെ പിന്നെ ബാങ്കുകാർ വിളിക്കാം, നിങ്ങൾ ബാങ്ക് വന്ന് നിങ്ങൾ കൊറോണ ഒക്കെ കഴിഞ്ഞ് മൊറട്ടോറിയം കിട്ടിയില്ല, കിട്ടി സന്തോഷമല്ലേ, സന്തോഷമായി, എന്നാ ഇവിടെ നിന്ന് വരണം, ഇതൊന്ന് പുതുക്കി വെക്കണ്ടോ എന്ന് ചെന്ന് പുതുക്കി വെക്കുമ്പോ ഈ ഒരു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു. ഈ ഒരു വർഷം ഒരു നീട്ടി തരേണ്ട, മാന്യമായിട്ട് നീട്ടി തന്നില്ല. അതിന് പകരം ഈ ഒരു വർഷത്തെ പെൻഡിങ് പൈസയും അതിന്റെ പലിശയും അത് ചേർത്തിട്ട് ഈ മുതലിലേക്ക് അങ്ങ് തള്ളി. മുതലിലേക്ക് തള്ളിയപ്പോ എന്താ സംഭവിച്ചത്? നമ്മൾ 10,000 അടക്കേണ്ടടുത്ത് നമുക്ക് 12,000 13,000 അടക്കണം. അങ്ങനെ നമുക്ക് ഓവർലോഡ് വന്നു. പിന്നെ കേരളത്തിലാണെങ്കിൽ എവിടെയും ജോലിയില്ല, ചെറുപ്പക്കാരൊക്കെ തേരാപ്പാറ നടക്കാണ്. പിന്നെ തെറ്റിലേക്ക് നീങ്ങാണ്. ചെറുപ്പക്കാർ തെറ്റിലേക്ക് നീങ്ങി അവര് കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട് ജീവിക്കുക അല്ലെ? ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. അപ്പൊ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും നമുക്ക് മുക്തി നേടണ്ടേ? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് നമുക്ക് തിരിച്ചു കിട്ടണ്ടേ? അതിന് ആര്? ജനകീയ സർക്കാർ, ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുത്ത സർക്കാർ തയ്യാറാവണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവന് വേണ്ട ഹെൽപ്പിംഗ് ചെയ്തു കൊടുക്കണം. അതിന് മന്ത്രിമാരിടപെടണം, MLA-മാരിടപെടണം, MP-മാരിടപെടണം, പഞ്ചായത്ത് പ്രസിഡന്റിന് പറ്റുമെങ്കിൽ അവരിടപെടണം, വില്ലേജ് ഓഫീസർമാർ ഇടപെടണം. വേണ്ടേ? അങ്ങനെ ഗഡുക്കളായിട്ട് കൊടുക്ക്. അല്ലാതെ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളെ കാലാവധി കഴിഞ്ഞു, ഞങ്ങൾക്ക് ഫുൾ പൈസ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ ആദായം കൊണ്ട് പോയിക്കോ. ഏത് വിലക്കിന്ന ചങ്ങയെ പൈസ കിട്ടണേ? ഈ മാസം 15,000 20,000 25,000 അടക്കാൻ പറ്റാത്തവന് ഒരു 30 ലക്ഷം 20 ലക്ഷം ഏത് വിലക്കിന്ന കിട്ടുവോ? കിട്ടൂല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒന്നില്ലെങ്കിൽ അതിന് പലിശക്ക് ഗഡുക്കൾ നീട്ടി കൊടുക്കുക, അല്ലെങ്കിൽ മുതലും പലിശയും പാടെ ചേർത്ത് 2 കൊല്ലം 3 വർഷം നീട്ടിക്കൊടുക്ക്. എല്ലാവരും അടച്ചു പോകും. ആർക്കും സ്വപ്ന ഭവനം വിൽക്കാൻ ആർക്കും താല്പര്യമില്ല. നിങ്ങൾ ഇതിങ്ങനെ ജപ്തി ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ കുറെ പ്രേതാലയങ്ങൾ ഉണ്ടാവും, കുറെ വീടുകള് പട്ടിയും പൂച്ചയും ഒക്കെ അന്തി ഉറങ്ങാൻ പറ്റുന്ന, വവ്വാലിനും പ്രാക്കൾക്കൊക്കെ അന്തി ഉറങ്ങാൻ പറ്റുന്ന കുറെ പ്രേതാലയങ്ങളായ വീടുകൾ ഉണ്ടാവും എന്നല്ലാതെ ഒരു മെച്ചം ഉണ്ടാവില്ല. നിങ്ങൾ ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങിയാൽ കൊടുക്കും ആൾക്കാര്, അതൊന്നൊരു വിഷയമേ അല്ലാതാവും. പിന്നെ ചില ആൾക്കാർക്ക് ഉണ്ടാകും ഒരു മാനക്കേട്, അത് അപ്പുറത്തോടെ അത് ചങ്ങായി ഓൻ്റെ ജപ്തി ചെയ്ത് അതിന്റെ അപ്പുറം നമ്മൾ പറയും, പിന്നെ അത് അങ്ങനെ ഒരു ശീലാവും. മുമ്പ് നിങ്ങൾക്ക് അറിയായിരുന്നോ കൊളസ്ട്രോളും പ്രഷറും പ്രമേയൊക്കെ അത് പറയുന്നതും കേൾക്കുന്നതും ഒരു മാനക്കേടായിരുന്നു. ഇന്ന് നമ്മള് ഓപ്പൺ ആയിട്ട് ചോദിക്കുക അനക്കെതിരാ കൊളസ്ട്രോള്, അനക്കെതിരാ ഷുഗർ, എന്ന് നമ്മൾ ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ തുടങ്ങി. അതൊരു വിഷയം തന്നെയല്ല. കാരണം ഈ കൊളസ്ട്രോൾ ആയാലും പ്രമേയായാലും ഇതൊന്നും മാറാത്ത രോഗാന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു ഷുഗർ പേഷ്യന്റിന്, ഒരു പ്രമേയ രോഗി, അവന് പ്രമേയം വന്നു കഴിഞ്ഞാൽ അവന് ജീവനും കൊണ്ടേ സാധനം പോവുള്ളൂ എന്നുള്ളത് ആർക്കും അറിയാത്ത കേടല്ല. കാരണം അതൊക്കെ പേടിയായിരുന്നു, മാനക്കേടായിരുന്നു. ഞാനൊരു ഷുഗർ പേഷ്യന്റ് ആണ്, ഒരു കൊളസ്ട്രോൾ രോഗിയാണെന്നൊക്കെ പറയാൻ മാനക്കേടുണ്ടായിരുന്നു. ഇന്ന് അത് പോയി. അതുപോലെ തന്നെ പലതും നഷ്ടപ്പെട്ടു. പലതും നമുക്ക് നാണോ മാനക്കല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെ ജീവിക്കണമെന്ന് ഓർക്കണം.
ബാങ്കുകാരിങ്ങനെ ഒരു തലക്കന്ന് ജപ്തി ചെയ്ത് കഴിഞ്ഞാല് അത് കുഴപ്പമൊന്നുമില്ല, അവൻ ജപ്തി ചെയ്താൽ നമുക്ക് വീണ്ടും കോടതി പോവാം, അല്ലെ വീണ്ടും നമുക്ക് നീട്ടി കിട്ടും. അങ്ങനെ നീട്ടി കൊടുത്ത ചരിത്രമുണ്ട് ബാങ്കുകാർ. ജപ്തി ചെയ്തിട്ടും ബാങ്കുകാർ വീണ്ടും വിളിക്കാറുണ്ട്. ജപ്തി ചെയ്തിട്ട് വീണ്ടും വിളിക്കും, നിങ്ങൾ അത് എടുത്തോളിട്ടോ എങ്ങനെയും. കാരണം ഇവർക്ക് അറിയാം ഈ ജപ്തി ചെയ്ത് വീട് വാങ്ങാൻ ആളെ കിട്ടില്ല എന്ന് ആർക്കറിയാം? ഈ ബാങ്കുകാർക്ക് അറിയാം. ജപ്തി ചെയ്ത് വീട് വാങ്ങാൻ ആൾ വേണ്ടേ? അപ്പൊ വീണ്ടും ബാങ്കുകാർ വിളിക്കും, നിങ്ങളെ വീട് ജപ്തി ചെയ്താലും വിഷയമല്ല, നിങ്ങൾ നമുക്ക് തരാനുള്ള പൈസ പലിശ തരികയാണെങ്കിൽ നമ്മൾ പുതുക്കി തരട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സംഭവിക്കുന്നത്, ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ ഈ ലൈവ് വിടുന്നത് ഉദ്യോഗസ്ഥരെ ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നെങ്കിൽ അതിന് പരിഹാരം കാണണം. ജപ്തി ചെയ്ത വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ജപ്തി ചെയ്ത വീട് അവരോട് ഉടമക്കാരോട് പറഞ്ഞിട്ട് അതിനൊരു സമയം കൊടുത്തിട്ട് ഒരു കാലാവധി കൊടുത്തിട്ട് 1 വർഷമോ 6 മാസം നീട്ടി കൊടുത്തിട്ട് എന്തായാലും മക്കളെ നിങ്ങൾക്ക് പൈസ കിട്ടണില്ലേ, പലിശ കിട്ടണില്ലേ? നിങ്ങളിപ്പോ 1 വർഷം നീട്ടി കൊടുത്താൽ ആ 1 വർഷത്തിലെ പലിശ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? പലിശ എല്ലാം നീട്ടി കൊടുക്കണമെന്നല്ലേ പറഞ്ഞു. നിങ്ങൾ പലിശ വാങ്ങിക്കോ, കാലാവധി നീട്ടി കൊടുക്ക്. 10 വർഷം അല്ല 5 വർഷം നീട്ടി കൊടുക്ക്, ആ ഗഡുക്കളായി കൊടുക്ക്. ഉദാഹരണം പറയാ, ഒരു 10 ലക്ഷം എടുത്തോന് എന്തായാലും 2-3 ലക്ഷം അടച്ചിട്ടുണ്ടാവും. ആ 7 ലക്ഷം റുപ്യക്ക് വീണ്ടും തവണകളായി കൊടുക്ക്. അങ്ങനെ ചെയ്ത് ജനങ്ങളെ ഉപദ്രവിക്കാതെ ജനസേവനം ചെയ്യലാണ് ജനകീയ സർക്കാരുകൾ ചെയ്യേണ്ടത്. അതിന് ബാങ്കുകൾക്ക് ഉത്തരവിടേണ്ടത് സർക്കാർ നേതാക്കന്മാരാണ്, സർക്കാർ ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രി പോലുള്ള തലത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ഈ ജപ്തി ഭീഷണിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം. ജപ്തി വരാൻ കാരണം എന്താ? മെയിൻ കാരണം ഇന്നൊരു 15,000 റുപ്യ അടക്കാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിലുണ്ടെങ്കിൽ കേരളത്തിലെ അതിനുള്ള സ്രോതസ്സില്ല, അതിനുള്ള ജോലി ഇല്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഒരു 15,000 റുപ്യ അടക്കാനുള്ളൂ, 15,000 ഒരു 10,000 അടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇന്ന് കേരളക്കരയില് ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്കും യുവതികൾക്കും ജോലിയില്ല. അതുകൊണ്ട് തന്നെയാണ് വീടുകളൊക്കെ സ്ഥാപനങ്ങളൊക്കെ ജപ്തി ചെയ്യുന്നത്, ജപ്തിയിലാകുന്നത്. ഒരാൾ, നിങ്ങളും ഞാനും ആരായാലും ശരി, ലോൺ എടുക്കുമ്പോ ഒരു കാറിനായാലും ഒരു ബൈക്കിനായാലും ഒരു ഓട്ടോയ്ക്കായാലും അതല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിനായാലും ഒരു വീടിനായാലും ഒരു ലോൺ എടുക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കാറിയോ? അത് കറക്റ്റ് അടച്ചു പോകണം എന്ന ആ ഒരു ചിന്തയിൽ തന്നെയാണ് നമ്മളൊക്കെ ലോൺ എടുക്കുന്നത്. ശരിയാണോ അല്ലേ? സുബൈർ ബാബു പറഞ്ഞത് ശരിയാണെങ്കിൽ ഷെയർ ചെയ്യും മക്കളെ ഇത്. കാരണം ഇത് ആയിരക്കണക്കിന് ആൾക്കാർ പറയാൻ ആഗ്രഹിച്ച ഒരു വിഷയം തന്നെയാണ് സുബൈർ ബാബു നിർത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ സന്തോഷത്തോടെ പടിയിറങ്ങുമ്പോൾ ആ ബാങ്ക് പറയുന്ന കണ്ടീഷൻസിൽ ബാങ്കിന്റെ മാനേജർമാർ നമ്മോട് പറയും, എന്താണ് നിങ്ങൾ കറക്റ്റ് തിരിച്ചടവ് വേണ്ടോ, ഇത്തരത്തിലുള്ള മാസങ്ങൾ അടവ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്നിട്ട് നമുക്ക് 10,000 രൂപ അത് വിഷയമല്ലല്ലോ, കാരണം 100 രൂപ ഒരു ദിവസം 200-300 രൂപ ഡെയിലി മാറ്റി വെച്ച് കഴിഞ്ഞാല് 9,000 ആയില്ലേ? അതൊന്നും ബുദ്ധിമുട്ടില്ല. 700 റുപ്യ എനിക്ക് ജോലി ഉണ്ട്, 400 റുപ്യ ചെലവൊക്കെ 300 റുപ്യ ബാങ്കിൽ പോയി കഴിഞ്ഞാലും നമുക്ക് അടച്ചു പോവാ എന്നൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ലോൺ എടുത്തിട്ടും ആ ലോൺ നമുക്ക് തെറ്റുന്നുണ്ട് എങ്കിൽ എവിടെയാണ് നമുക്ക് തെറ്റിയത്? തെറ്റിയത് പറ്റോ എവിടെയല്ല, നമുക്ക് ആ ലോൺ അടച്ചു കൂട്ടാനുള്ള ജോലി ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ജോലി കൊടുക്കേണ്ട ആരാ? അതത് കാലത്ത് ഭരിക്കുന്ന സർക്കാർ അധികൃതകൾ. എന്തുകൊണ്ട് കേരളത്തിൽ ജോലി ഇല്ലാതായി പോയി? എന്തുകൊണ്ട് തൊഴിൽ മേഖല പറ്റി സ്തംഭിച്ചു? കെട്ടിട മേഖല പറ്റി സ്തംഭിച്ചു, കാർഷിക മേഖല പറ്റി സ്തംഭിച്ചു. ഏത് മേഖലയാ ജോലിയുള്ളത്? യുവാക്കളൊക്കെ മൊബൈൽ കൂടെ ഇന്റർനെറ്റ് യുഗത്തിലൂടെ നടക്കുകയാണ്. റീചാർജ് ചെയ്യാൻ പോലും മാസം 250 രൂപ ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പല ആൾക്കാരും മുന്നോട്ട് പോകുന്നത്. സുബൈർ ബാബു പറഞ്ഞ തെറ്റുള്ള മക്കളെ ഇല്ല അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ ജപ്തി ചെയ്ത് നിങ്ങളെ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഉറക്കം വരെ നഷ്ടപ്പെടുത്തു പല ആൾക്കാരുടെയും, പല കുടുംബങ്ങളും, പല വീട്ടിലെ അമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരും ഉമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഇന്ന് അന്തി ഉറങ്ങുന്നത് ഭയന്നിട്ടാണ്. എപ്പോഴാണ് ബാങ്കിൽ നിന്ന് വിളി വരികയെന്നറിയില്ല, എപ്പോഴാണ് ബാങ്കുകാർ ഇവിടെ നമ്മളെ ചുമരുമേൽ നോട്ടീസ് ഒട്ടിക്കുക എന്നറിയില്ല. ഇത് ബാങ്കിന്റെ പ്രോപ്പർട്ടിയാണ്, ഇതിലേക്ക് അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ നടപടി എടുക്കുമെന്ന് എപ്പോഴാണ് പറയാനറിയില്ല. അങ്ങനെ ഒരു ആദിയോടെ, വേവലാതിയോടെ, ഭയത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കേരളക്കരയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തില് ബഹുഭൂരിപക്ഷം എന്ന് തന്നെ ഞാൻ പറയും. ഒരു 100 വീടുണ്ടെങ്കിൽ ഏകദേശം 65 വീടും ലോൺ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 65%, അതിങ്ങനെ 35% മാത്രമാണ് ഒഴിവുണ്ടാവുക പൈസക്കാരുടെ. ബാക്കി 100-ൽ 65% ലോൺ എടുത്തിട്ട് തന്നെയാണ് വീട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ബിൽഡിംഗ് ലോണ്, വീട്, കാറ് ഒക്കെ ലോണാ. ഇതൊക്കെ ഒരു തലക്കെന്ന് ബാങ്കുകള് ജപ്തി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം കൊണ്ട് കൂട്ടിയിടാൻ സ്ഥലം ഉണ്ടാവില്ല നിങ്ങൾക്ക്. ആ മനസ്സിലാക്കിയാൽ മതി ബാങ്ക് കാര്യങ്ങള്. ഇതിനെ പറയാനുള്ളത്. വീടൊക്കെ പ്രേതാലയമായി മാറും. നിങ്ങൾ ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ വീടൊക്കെ പ്രേതാലയമായി മാറും അല്ലെ? എത്ര വീട് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ
ഒരു ജീവനക്കാരൻ എന്റെ മൊബൈലിലേക്ക് വിട്ടിട്ടുണ്ട്. നിങ്ങളുടെ കസ്റ്റമർ ഉണ്ടെങ്കിൽ പറയും, നിങ്ങൾ ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളല്ലേ, നിങ്ങൾക്ക് കസ്റ്റമർ ഉണ്ടാവുമല്ലോ. അപ്പോ നമ്മൾ ബാങ്ക് നിശ്ചയിച്ച പൈസയിൽ നിന്ന് വെറും 10% കൂട്ടി വിളിച്ചു കഴിഞ്ഞാൽ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, കുറെ ആൾക്കാരുണ്ടാവില്ലേ? കുറെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരാളുണ്ടാവും, ചിലപ്പോൾ രണ്ടാളുണ്ടാവും. അത് നിങ്ങൾ ധാരണയിലെത്തിയാൽ മതി. കാരണം ആ 1-2 ആൾക്കാർ മാത്രമേ വരുള്ളൂ. ലേലം ചെയ്യാൻ 10-25 വീടുകൾ ഉണ്ടാവും. ലേലം ചെയ്യുന്ന സമയത്ത് വെറും 25%, ലേലം ചെയ്യുമ്പോൾ 10% പൈസ ആദ്യം കെട്ടണം. പിന്നെ ലേലം ഉറപ്പിച്ചു കഴിഞ്ഞാൽ 25% പൈസ ആദ്യം കെട്ടണം. പിന്നെ ബാക്കിയുള്ള പൈസക്ക് 1 മാസം കാലാവധി. നല്ല ലക്കിയിൽ നിങ്ങൾക്ക് ഒരുപാട് മുതൽ കിട്ടും. പക്ഷെ ലക്കിയിൽ കിട്ടിയാലും അതൊരു ശാപം മുതലാണ്. ഒരു കുടുംബത്തിന്റെ, ഒരു കൂട്ടുകുടുംബത്തിന്റെ, ഒരു മക്കളുടെ, അച്ഛന്റെ, അമ്മന്റെ, എല്ലാവരുടെയും പ്രാഗി പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മുതലാണ് എന്നുള്ളത് ആ വീട് വാങ്ങുന്നവന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് താമസക്കാരും അങ്ങനത്തെ വീട് വാങ്ങില്ല. മനുഷ്യന്റെ മനസ്സിൽ ഒരല്പം കരുണയുള്ള ഒരു മനുഷ്യനും ജപ്തി വീട് വാങ്ങൂല. വാങ്ങും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നില്ല, ഒരു മനുഷ്യനും വാങ്ങൂല. അപ്പൊ ബാങ്കുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പറഞ്ഞ് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചിട്ട് ജപ്തി ചെയ്യുന്ന പറഞ്ഞ പകരം ഏതായാലും പലിശ വാങ്ങി നാക്കി ജീവിക്കുന്നവരാ അല്ലെ? 10 വർഷത്തിന് കാലാവധിക്ക് ലോൺ കൊടുത്തു. നിങ്ങൾ 10% എന്നുള്ള പലിശ നിങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ട് അതിന് കസ്റ്റമറെ അറിയിക്കാതെ നിങ്ങൾ 12% വീണ്ടും നിങ്ങൾ ചെലം ഊറ്റി കുടിക്കുന്നു, ബാങ്കുകളൊക്കെ. അതിനുശേഷം ഒരു 3 മാസം അടവ് തെറ്റി കഴിഞ്ഞാൽ പേ പലിശ എന്ന ഇനത്തിൽ നിങ്ങൾ അതിന്റെ പുറമെ നിങ്ങൾ പേ പലിശയും വാങ്ങിയിട്ട് ഒരു പേ എന്ന് പറഞ്ഞാൽ തന്നെ പ്രാന്തത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രേതം അല്ലെ? അങ്ങനെ നിങ്ങൾ പലിശ വാങ്ങി വീണ്ടും നക്കുന്നു അല്ലെ? ഒരടവ് തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ മൊത്തം സംഖ്യയുടെ പൈസ കൂട്ടി ഇടുന്നു. മൊത്തം സംഖ്യക്ക് അതെ 15,000 അടക്കണമെങ്കിൽ ആ 10,000 രൂപക്ക് മാത്രമല്ല പലിശ ഇടുന്നത്. 15 ലക്ഷം ഇട്ടുണ്ടെങ്കിൽ 15 ലക്ഷം രൂപയ്ക്ക് വരുന്ന 2% വെച്ചത് കൂട്ടും. അപ്പൊ എത്രയാവും? 2,500 രൂപ അഡീഷണൽ ബില്ല്. അങ്ങനെ 4 അടവ് വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപ വീണ്ടും ബാങ്കിന് കിട്ടുക. അത് ഒരു ദിവസം വൈകിയാൽ പോലും ഡബിൾ ഡ്യൂട്ടി വാങ്ങി നക്കി ജീവിക്കുന്ന നക്കികളായ ബാങ്ക് ഉടമകൾ, ബാങ്ക് മാനേജർമാർ, ബാങ്കിന്റെ നൂലാമാലകൾ, ഇങ്ങനെയൊക്കെ നക്കിയിട്ടും ഇതൊക്കെ ചെയ്തിട്ടും അവസാനം ആ വീടിന്റെ ഉടമ ഒരു നിവൃത്തിയില്ല, ഇനി ഞങ്ങൾ പലിശ തരാം, ഞങ്ങൾക്ക് ഒരു 5 വർഷം അല്ലെങ്കിൽ 3 വർഷം നീട്ടിത്തായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ അടിയും കാലും പിടിച്ച് നക്കി കൊടുത്താലും ഒരു ദിവസം പോലും നീട്ടിക്കൊടുക്കൂല അല്ലെ ബാങ്ക് ഉടമകള്? ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സുബൈർ ബാബു പറയണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയും, ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട്. ഇങ്ങനെ ചെയ്യുന്ന ബാങ്കുകൾ കുറെ ഉണ്ട്. എന്താ ഇവർക്ക് നീട്ടിക്കൊടുത്ത പ്രശ്നം? അവരെ പോക്കറ്റിലെ പൈസ അവർക്ക് നഷ്ടപ്പെടുന്നത്. ഒരു 15 വർഷത്തിന് കാലാവധിക്ക് അല്ലെങ്കിൽ 10 വർഷം കാലാവധിക്ക് ലോൺ എടുത്തു. ആ ലോണ് ഇയാൾക്ക് അടക്കാൻ പറ്റില്ല. അതൊരു 5 വർഷത്തിന് നീട്ടിക്കൊടുത്ത അവർക്ക് എന്താ പൊളിഞ്ഞോടുവോ? ഇങ്ങോട്ട് ഇവര് ജപ്തി ചെയ്യും, മറ്റേത് ചെയ്യുന്ന ഇവർ നോട്ടീസ് ഒട്ടിക്കുക. വീട്ടിലെ മക്കൾക്കും ഭയം, ഭാര്യക്കും ഭയം, ഗൃഹനാഥനും ഭയം. എത്ര ആൾക്കാരാ കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് ഈ ജപ്തിയുടെ പേരിൽ? എന്നിട്ടും ഇതിന് കണ്ണ് തുറക്കാൻ അധികാരികളായ ജനകീയ സർക്കാർ, ജനാധിപത്യത്തിലൂടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സർക്കാർ അതിന് നോക്കുന്നുമില്ല. വെറും നോക്കുകുത്തികളായി നിൽക്കുക. എന്ത് അലക്കിയില്ല ജനാധിപത്യം അത്? ഇതാണോ ജനാധിപത്യം? ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ലേ ജനാധിപത്യം വേണ്ടത്? അവിടെ എന്ത് ജനാധിപത്യത്തിലൂടെ എന്ത് പരിഹരിക്കുന്നുണ്ടോ? ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ബാങ്കുകളൊക്കെ ചോദിക്ക്. എല്ലാ ബാങ്കുകളിലും എത്ര വീട് ജപ്തി ചെയ്യാനുണ്ട് എന്ന് ബാങ്കിൽ നിങ്ങൾ അന്വേഷിക്ക്, ലോൺ സെക്ഷനിൽ നിങ്ങൾ അന്വേഷിക്ക്. അവര് പറഞ്ഞുതരും എന്തുകൊണ്ട് ഇതിന് പരിഹരിച്ചുകൂടാ, എന്തുകൊണ്ട് സർക്കാർ തലത്തിൽ മന്ത്രിമാർക്കും MLA-മാർക്കും MP-മാർക്കും ഒന്ന് ഇരുന്ന് ഒരു മേശക്ക് ചുറ്റും ഇരുന്നിട്ട് ഈ ജനങ്ങളുടെ പ്രശ്നം, ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും പ്രശ്നത്തിൽ എന്തുകൊണ്ട് പരിഹാരം എടുത്തുകൂടാ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ബാങ്കിന്റെ തൊഴിലാളികളായാണ് ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ആൾക്കാർക്ക് ജീവിക്കുന്നത് അല്ലെ? എന്തുകൊണ്ട് കേരളത്തിൽ ഉടനീളം തൊഴിലവസരങ്ങൾ എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ലോൺ കൊടുക്കാതിരിക്കുക, ബാങ്ക് ലോൺ കൊടുക്കാതിരിക്കുക. ബാങ്ക് ലോൺ കൊടുക്കുന്നതുകൊണ്ടാണ് എടുക്കുന്നത്. ബിവറേജിൽ കള്ളുള്ളത് കൊണ്ടാണല്ലോ ബിവറേജിൽ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് അല്ലെ? ബിവറേജില് ബ്രാൻഡിയും വിസ്കിങ്ങുള്ള സാധനങ്ങൾ കിട്ടുന്നതുകൊണ്ടാണല്ലോ അവിടെ ക്യൂ നിൽക്കുന്നത്. അതവിടെ പൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ആരെയും ക്യൂ നിൽക്കുവോ? എല്ലാ മാസം 1-ാം തീയതി ആരെങ്കിലും പോയി ക്യൂ നിൽക്കലുണ്ടോ ബിവറേജില്? ഇല്ല. അന്നെന്താണ് ക്യൂ നിൽക്കാതെ? അവിടെ കിട്ടൂല. കിട്ടുന്ന ദിവസം പോയി ക്യൂ നിൽക്കും. അതേപോലെ ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടുന്നത് കൊണ്ടാണല്ലോ ബാങ്കിൽ പോയി ആൾക്കാർ ചോദിക്കുന്നത്. എന്നാൽ ഈ സർക്കാരിനും ഇതിൽ ഗുണം കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ജോലി കൊടുക്കുന്നില്ല സർക്കാർ?
എന്തുകൊണ്ട് ചെറുപ്പക്കാർ ലഹരിക്കും ബ്രൗൺ ഷുഗറിനും ഒക്കെ അടിമപ്പെട്ട് ഈ ഭൂമിയിലൂടെ അവരുടെ യൗവനം നശിപ്പിക്കുന്നത് എന്തുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല? എല്ലാ ബോധവൽക്കരണ ക്ലാസ്സും ലഹരി വിമുക്ത ക്ലാസ്സും അതുപോലെ ലഹരി വിരുദ്ധ സ്കൂളും എല്ലാ തേങ്ങാ പിണ്ണാക്കും എല്ലാം ഉണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാര് കള്ളിനും കഞ്ചാവിനും ലഹരിക്കും അടിമപ്പെട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി? ചെറുപ്പക്കാരെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഓരോ കോടതികളിലും ഓരോ പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ ഓരോ പോലീസിന്റെ കീഴില് 35-ന്റെയും 25-ന്റെയും 35-ന്റെയും 20-ന്റെയും മധ്യേ അല്ലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ക്രിമിനലുകൾ ഏത് വയസ്സാ നോക്ക് നിങ്ങള്? 20-ന്റെയും 35-ന്റെയും ഇടക്കാ. എന്തുകൊണ്ട്? കാരണം അവരുടെ വീട്ടിൽ നിന്ന് ജോലി ഇല്ലാന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോ എന്താടാ നീ ഒന്നും കൊടുത്തില്ലേ, അമ്മ അന്ന് പണിയൊന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അമ്മേന്ന് ജോലി ഒന്നും ഉണ്ടായിരുന്നില്ല, നീ ഇത്ര വലിപ്പുണ്ടല്ലോ തിന്നാനായിട്ട് ഇങ്ങോട്ട് വരും, നിനക്ക് ജോലിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവനുമുണ്ട് ഒരു അഭിമാനം, ആ ചെറുക്കനും ഉണ്ട് ഒരു അഭിമാനം, ആ പയ്യനും ഉണ്ട് ഒരു അഭിമാനം. അവൻ അമ്മയോട് പറയാം, അമ്മ ജോലി കിട്ടണ്ടേ, ജോലി കിട്ടിയാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ജോലി കൊടുക്കേണ്ടത് ആരാ? നിങ്ങൾ ആലോചിച്ചോളൂ. നമ്മുടെ കേരളത്തില് ഗ്രാമാന്തരം നിങ്ങൾ പോയി നോക്ക്. ചെറുപ്പക്കാരെല്ലാരും ഒരു മൊബൈൽ ഫോൺ കൈ പിടിച്ചിട്ട് ഇങ്ങനെ തോണ്ടിരിക്കും. എങ്ങനെ നമ്മളെ മൊബൈൽ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ നടക്കും അല്ലെ? ഇതല്ലേ നമ്മുടെ ചെറുപ്പക്കാരെ ജോലി അല്ലെ? അങ്ങനെ കാലം കഴിക്കുക, അങ്ങനെ കാലം നമ്മുടെ ജീവിതം, അങ്ങനെ നമ്മുടെ യൗവനം ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. 18 എന്താ പറയാ +2 16 അല്ലെങ്കിൽ 18 വയസ്സ് വരെ ഒരു ജോലിക്കും സർക്കാർ പോകാനേക്കൂല. ബാലപീഡനം എന്ന് പറയും. കൈത്തൊഴിൽ പഠിക്കേണ്ട പ്രായമാണ് ഒരു 8ാം ക്ലാസ്, ഒരു 13 വയസ്സ് 12 വയസ്സ്. കുട്ടികള് കൗമാരത്തിലേക്ക് ചാടുമ്പോൾ അവരുടെ ചിന്താഗതി മാറുമ്പോഴാണ് ഈ കൈത്തൊഴിലൊക്കെ വരിക. അപ്പൊ അവർക്ക് ഏത് ജോലി ചെയ്യണം, ഏത് ജോലിമൊക്കെ ചാടണം, എന്ത് പഠിക്കണം എന്നൊക്കെ ചിന്ത വരുന്ന പ്രായമാണ് 13ാമത്തെ വയസ്സ് അല്ലെ? ഈ 13ാമത്തെ വയസ്സിൽ നമ്മൾ എന്തെങ്കിലും നമ്മളെ മക്കളെ കൈത്തൊഴിലിന് വിടൂല. 10ാം ക്ലാസ് കഴിയട്ടെ എന്ന് പറയും, +2 കഴിയട്ടെ എന്ന് പറയും. +2 കഴിയുമ്പോൾ കുട്ടിക്ക് കൈത്തൊഴിൽ പഠിക്കേണ്ട ആ മെമ്മറി, ആ ഒരു കപ്പാസിറ്റി മാറി, ചിന്താഗതി മാറി. പിന്നെ +2 കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ജോലിയില്ല, തുടർ പഠനത്തിന് സൗകര്യമില്ല. സുബിറാബു പറഞ്ഞ തെറ്റുണ്ടോ? നിങ്ങൾ പറയാം, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ സംഭവിക്കുന്നത്? നമ്മളൊക്കെ കുട്ടിക്കാലത്ത്, ഞാനൊക്കെ 13ാമത്തെ വയസ്സിൽ ടൈലറിങ് പഠിച്ചാളാ. 15ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് സ്ഥാപനം ഇട്ടാളാ, ടൈലറിങ് ഷോപ്പ്. മനസ്സിലായോ നിങ്ങൾക്ക്? അതിന്റെ മുമ്പ് നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്കത് തള്ളുകയാണ് എന്ന് പറയും. നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടാപ്പിംഗ് പഠിച്ചിട്ടുണ്ട്. എത്ര വയസ്സുണ്ടാവും? 12 വയസ്സിൽ. കാരണം നമ്മുടെ മേഖല ഫുള്ള് റബ്ബർ മേഖലയാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടാപ്പിംഗ് പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിലാകുമ്പോൾ വെറും 30 പൈസ കൂലിക്ക് ഒരു മരം റബ്ബർ വെട്ടാന് കൂലിപ്പണിക്ക് പോയിട്ടുണ്ട് 8ാം ക്ലാസ്സിൽ. അന്ന് ഞാൻ വാണിയമ്പലം സ്കൂളാണ് പഠിച്ചിരുന്നത്. വ്യക്തമായ തെളിവ്, ഞാൻ കൂലി പണിക്ക് പോയ ആൾക്കാർ മുതലാളിമാരൊക്കെ ജീവിച്ചിരിക്കുന്നത് വാണിയമ്പലം ക്ഷേത്രം ഉണ്ട്, പാറമേൽ ഭഗവതി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിരുന്നു റബ്ബർ വെട്ടിയിരുന്നത്. 300 മരമാണ് ഒരു ബ്ലോക്ക്. ഞാനത് പകുതിയാക്കി വെട്ടും. 150 മരം വെട്ടും. എനിക്ക് കിട്ടുന്ന പൈസ എത്രയാണെങ്കിൽ തുച്ഛമായ പൈസ. ഒരു മരം വെട്ടിയ 30 പൈസ. 10 മരം വെട്ടിയ എത്ര കിട്ടുക? 3 രൂപ. 100 മരം വെട്ടി കഴിഞ്ഞാൽ 30, 45 രൂപയ്ക്ക് അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 8ാം ക്ലാസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത് രാത്രി പുലർച്ചെ എന്ന് പറയാൻ പറ്റില്ല, അർദ്ധരാത്രി 3 മണിക്ക് തോട്ടത്തേക്ക് വരും. അർദ്ധരാത്രി. എത്ര വയസ്സുള്ള കുട്ടി എന്ന് മനസ്സിലാക്കണം. 13 വയസ്സ് മാത്രമുള്ളൂ എനിക്ക് പ്രായം. ഈ 13 വയസ്സുള്ള കുട്ടി അന്നത്തെ കാലത്ത് സൈക്കിളിൽ ഡൈനാമോ കാര്യങ്ങളൊക്കെയാണ്. അന്ന് സൈക്കിൾ ഓട്ടി എന്റെ വീട് കിടക്കുന്ന കൂരാട്ടിന് ഏകദേശം 4 കിലോമീറ്ററോളം ഉണ്ട്. എന്റെ തോട്ടത്തേക്ക് 5 കിലോമീറ്റർ ഉണ്ട്. 5 കിലോമീറ്ററിൽ ഒറ്റയ്ക്ക് ഒരു ഡൈനാമോ വെച്ച് പോകും. അന്നിപ്പോ ഈ കാണുന്ന ഞങ്ങളുടെ നാട്ടിൽ കാണുന്ന അത്രത്തോളം വീടുകളൊന്നുമില്ല. ഒരു വീട് കഴിഞ്ഞാൽ വേറൊരു വീട് ഏകദേശം ഒരു 5 കിലോമീറ്ററിലേക്കാണ് വീടുള്ളത്. സോറി, ഒരു 500 മീറ്ററിലേക്കാണ് ഒരു വീടുള്ളത്. അത്ര വ്യത്യാസത്തിലെ വീടുള്ളത്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് സുബൈർ ബാപ്പു വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ജോലി പഠിച്ചിട്ടുള്ളത്. അങ്ങനെ 8ാം ക്ലാസ്സിൽ ഇരിക്കുമ്പോ കൂലിപ്പണിക്ക് പോയി ടാപ്പിംഗ് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം 8ാം ക്ലാസ്സിൽ നിന്ന് ടൈലറിങ്ങും പഠിക്കുന്നുണ്ട്. അത് മാത്രമാണോ ചെറുപ്പകാലം? എന്റെയൊക്കെ സ്റ്റോറി ശരിക്കും ഒരു സിനിമയാക്കാനുണ്ട്, ഒരു സീരിയൽ ആക്കാനെങ്കിൽ. അത് മാത്രമല്ല, 8ാം ക്ലാസ്സിൽ ടാപ്പിംഗ് ഒരു ഭാഗത്ത്, പുലർച്ചെ 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ 4 മണിക്ക് തോട്ടത്തിലെത്തും. 8:45 ആകുമ്പോഴേക്കും അന്ന് വാണിയമ്പലം സ്കൂൾ ബെല്ലടിക്കും. അന്നത്തെ കാലത്ത് 8:45 ആകുമ്പോഴേക്കും. അപ്പൊ 8:45 ആകുമ്പോഴേക്കും 8 മണിയാകുമ്പോഴേക്കും എന്റെ പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഞാൻ ഷീറ്റ് കൊണ്ടുപോകും. ഷീറ്റ് അടിച്ച് തോരട്ട് കൊടുക്കണം ആ വീട്ടില്.
8:45 ക്ലാസ്സിൽ കയറണം. എല്ലാ കുട്ടികളും പണക്കാരൻ മക്കളൊക്കെ കയറുന്ന സമയത്ത് നമ്മളും കയറിയിരുന്നു സ്കൂളിലേക്ക്. അതും തീർന്നോ? അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ സ്കൂളിൽ വിടും. 8:45 ബെല്ലടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് 1 മണിക്ക് സ്കൂളിൽ വിടും. 2 മണിയാകുമ്പോൾ ടൈലറിംഗ് തുന്നി പഠിക്കാൻ പോകും. ഓൾസ് തുന്നാന്ന് പറയും, അങ്ങനത്തെ കാലത്ത് തുള തുന്നാന്ന് പറയും. ഏകദേശം 1.5 വർഷത്തോളം തുന്നിയിട്ടുണ്ട്, തുള തുന്നിയിട്ടുണ്ട്. 8ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് 9ാം ക്ലാസ് ഏകദേശം പകുതി ആഗോളം തുള തുന്നിയിരുന്നിട്ടുണ്ട്, 1.5 വർഷത്തോളം. അങ്ങനെ ഓൾസ് തുന്നാന്ന് പറയും ഞങ്ങളുടെ ഭാഷയിൽ. ബട്ടൺ ഷർട്ടിന്റെ ഓൾസ് തുന്നാന്ന് പറയും. അങ്ങനെ ഓൾസ് തുന്നി ഗുരുവിൽ നിന്ന് ടൈലറിംഗ് പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ സ്വന്തമായിട്ട് എന്താ പറയാ ടൈലർ ഷോപ്പ് ഇട്ട് ഒരു 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ ഞാൻ കേട്ടോ. ഇന്നാ നമ്മൾ ഇല്ലാത്ത കാര്യം പറയണേ. അങ്ങനെ അത് കഴിഞ്ഞ് സ്വന്തമായി ടൈലർ ഷോപ്പ് ഇട്ടു. പിന്നെ എനിക്ക് നാട് ചുറ്റണമെന്ന് ആഗ്രഹമായി. അങ്ങനെ 18ാമത്തെ വയസ്സിൽ ബാംഗ്ലൂരിലേക്ക് പോയതാ. 18ാമത്തെ വയസ്സിൽ ബാംഗ്ലൂരിലേക്ക് ഒറ്റയാനാണ് ഈ പോകുന്നത്. 18ാമത്തെ വയസ്സിൽ 1998 കാലഘട്ടത്തിൽ ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ സുബൈർ ബാബു പോകുന്നത് ഒരു 6 മാസത്തോടെ ബാംഗ്ലൂരിൽ നിന്നിട്ടുള്ളൂ. 90ന്റെ അവസാന ഘട്ടത്തിൽ 99 ഞാൻ ബോംബെയിലെത്തി. ബോംബെയിൽ ഞാൻ 6 വർഷം നിന്നു. മനസ്സിലായോ? അങ്ങനെ എല്ലാ മേഖലയിലും നമ്മളതായിട്ടുള്ള കൈത്തൊഴിൽ പഠിച്ച് നമ്മളതായിട്ടുള്ള ജീവിത മാർഗങ്ങൾ കണ്ടെത്താൻ അന്ന് അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് 13 വയസ്സുകാരൻ ആ പ്രായത്തിൽ നമുക്ക് നമ്മൾ എന്താണ്, നമ്മൾ എന്താവണം എന്നുള്ള ചിന്തകൾ വരുന്ന പ്രായത്തിൽ നമുക്ക് കൈത്തൊഴിൽ പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാം മക്കളെ, ഇന്ന് എന്റെയും നിങ്ങളുടെയൊക്കെ മക്കളാണ് അല്ലെ? ഇന്നിപ്പോ അന്ന് കഷ്ടപ്പെട്ട രക്ഷിതാക്കളുടെ മക്കളാണ് ഇന്ന് 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ ഉള്ളത് അല്ലെ? ഇന്ന് സുബൈർ ബാബുവിനെ ഒപ്പം പഠിച്ച ആൾക്കാരുടെ മക്കളാണ് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലുള്ളത്. നിങ്ങൾ ഏതെങ്കിലും മക്കളെ നിങ്ങൾ കൈത്തൊഴിൽ പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ മക്കളെ പഠിക്കാൻ തയ്യാറുണ്ടോ? ഇല്ല. പഠിക്കുമെന്ന് വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അതുമില്ല. എന്താവണം ചോദിച്ചാ മക്കളോട് ചോദിച്ചാൽ മതി. മോനെ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് 2 കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താവണം? ഇതേ പറയുള്ളൂ അല്ലേ? കാലം അതാണ്. നമുക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഒരു സോച്ച്, ഒരു ആലോചന ഉണ്ടായിരുന്നു. എനിക്ക് ആരാവണം, എങ്ങനെയാവണം, എന്താവണം എന്നൊരു ചിന്ത നമ്മളെ കാലത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ 40, 45 അല്ലെങ്കിൽ 40, 45, 50 വയസ്സിന്റെ ഉള്ളിലുള്ള എല്ലാവർക്കും കൈത്തൊഴിൽ അറിയാം. അവരാര് തന്നെ ലോക്കാക്കിയാൽ അവർ ലോക്കാവില്ല. എന്നാൽ നിന്റെയും എന്റെയും മക്കൾ അതുപോലെ ആവില്ല. അവർക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ല. ഉണ്ടോ? സ്വയം ചിന്തിക്കാനുള്ള കഴിവ് പോലും നമ്മുടെ മക്കൾക്കില്ല. ഇല്ലാതാക്കി നമ്മുടെ വിദ്യാഭ്യാസം. സ്വന്തമായിട്ട് ഒരു പേര് എഴുതാൻ പോലും കഴിയില്ല. ഇനി ഞാനൊരു കറ്റ കാര്യം പറയട്ടെ, തിരുവനന്തപുരം എന്ന് അവരെ കൊണ്ട് ഇംഗ്ലീഷിൽ എഴുതിപ്പിക്ക്, അവരെ കൊണ്ട് കഴിയില്ല. പത്തനംതിട്ട എഴുതിപ്പിക്ക്, കഴിയില്ല. എറണാകുളം എഴുതിപ്പിക്ക്, അവർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ അവരെ കൊണ്ട് കഴിയില്ല. അവരെപ്പോ ഗൂഗിൾ എടുക്കും. അവരുടെ ഗൂഗിളിന്റെ സഹായം, യൂട്യൂബിന്റെ സഹായം തേടിയാണ്. ഇതാ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം. നമ്മളൊക്കെ സ്പെല്ലിംഗ് നോക്കി പഠിച്ചിരുന്നു. നമ്മുടെ കാലം അങ്ങനെയായിരുന്നു. എന്നാൽ നമ്മുടെ മക്കളുടെ കാലം വന്നപ്പോ മാറി. നമ്മുടെ മക്കൾ ഏത് രീതിയിലേക്കാ പോകുന്നത്? നിലവാരമില്ലാത്ത വിദ്യാഭ്യാസം, കൈത്തൊഴിലില്ലാത്ത ലോകം അല്ലെ? ഒരാളെയും കൈത്തൊഴിലും കിട്ടില്ല. ടൈപ്പിങ്ങിന് ആളെ കിട്ടാനില്ല. ടൈപ്പിംഗ് മേഖലയിലേക്ക് ആളെ കിട്ടാനില്ല. ടൈലറിംഗ് മേഖല പറ്റ അസ്തമിച്ചു. മുമ്പൊക്കെ നിങ്ങളുടെ നാട്ടിൽ കൂടെ ഗ്രാമഗ്രാമാന്തരികൂടെ നിങ്ങൾക്ക് അറിയില്ലേ, ഒരു ടൈലർ ഷോപ്പിൽ 4-5 കുട്ടികളുണ്ടാവും. തുന്നൽ കുട്ടികൾ എന്ന് പറയും, തുന്നപ്പണി പഠിക്കുന്ന മക്കൾ എന്ന് പറയും. എന്നാൽ ഇന്ന് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ടൈലർ ഷോപ്പിൽ തുന്നുന്ന കുട്ടികളെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല. എവിടെ നിങ്ങൾക്ക് പഠിക്കുന്ന മക്കളെ എവിടെ കാണാനുള്ളത്? കൈത്തൊഴിൽ തട്ടാമാര് അല്ലെ? തട്ടാമാര് എന്ന് പറയും, സ്വർണ്ണപ്പണിക്കാരെടുത്ത് വന്ന് മക്കളുണ്ടായിരുന്നു പഠിക്കാന്. ഇന്നുണ്ടോ? ഇല്ല. അങ്ങനെ എല്ലാ മേഖലയിലും വന്ന് ഒരു തലമുറ പോകുമ്പോൾ മറു തലമുറ കൈമാറി പോകാൻ വേറെ തലമുറ വന്നിരുന്നു. ഇന്നതില്ല. കാലം മാറി. എന്നാൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. സുബൈർ ബാബു പറഞ്ഞുകൊണ്ടിരുന്നതാണ്. തൊഴിലവസരങ്ങളില്ല, തൊഴിൽ സാധ്യതകളില്ല, തൊഴിലാളികളില്ല. തൊഴിലാളികളുണ്ട്, തൊഴിലുകളില്ല. തൊഴിൽ കണ്ടെത്താനുള്ള കഴിവുകളുമില്ല. നമ്മുടെ മക്കൾക്ക് ഒരു ടാപ്പിങ്ങിന് ഇറങ്ങടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-12 വയസ്സായ കുട്ടികളെ നിങ്ങൾ ആരെയും കാണാൻ പറ്റുമോ? ടാപ്പിംഗ് തൊഴിലാളികളെ, പുതിയ തലമുറയില് ടാപ്പിംഗ് തൊഴിലാളികളെ ഇല്ല. കാരണം ഞാൻ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിഷയമേ അല്ല ജീവിക്കാൻ. ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് 1ാം നമ്പർ എ ക്ലാസ് ബോംബെ ടൈലറാണ് ഞാൻ. ടൈലറിംഗ് നന്നായിട്ട് അറിയാം. ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും ഏത് ഡ്രസ്സും ഏത് കട്ട് ചെയ്ത് തന്നെ അടിക്കാൻ എനിക്കറിയാം. ഇനി ഗൾഫിൽ പോയാല് സൗദി തോപ്പായാലും ഒമാനി തോപ്പായാലും ഏതും നമുക്ക് കട്ട് ചെയ്ത് അടിക്കാൻ അറിയും. ഇനി പാന്റും കോട്ടും ഏത് വേണമെങ്കിലും സുബൈർ ബാബുവിന്റെ കയ്യില് കൈത്തൊലി ഭദ്രമാണ്. യവന് കുടിക്കാലും നമ്മൾ കുടുങ്ങൂല. ആരാടാ വെച്ചാൽ ഞാനാണ് അറിയാം. പോടാറ നീട് വാടാറ നീ പോടാന്ന് പറയും നമ്മള്. മനസ്സിലാണ്ടോ?
ഒരു കാര്യം എന്റെ മക്കൾ മനസ്സിലാക്കിക്കോ, സുബൈർ വാപ്പി പറഞ്ഞ് എഴുതി വെച്ചോ. ഒരു മനുഷ്യന് 3 കൈത്തൊഴില് 5 ഭാഷ, 3 കൈത്തൊഴിലും 5 ഭാഷയും അവന്റെ കയ്യിൽ റെഡി ആണെങ്കിൽ ലോകത്ത് ഒരാളുടെ മുന്നിൽ നിങ്ങൾ മുട്ടുകുത്തേണ്ടി വരില്ല. ഒരാളുടെ മുന്നിൽ മുട്ടുകുത്തേണ്ട ആവശ്യം നിങ്ങൾക്ക് വരില്ല. 3 കൈത്തൊഴിലും 5 ഭാഷയും, 3 കൈത്തൊഴിലും 5 ഭാഷയുമുള്ള ഒരു മനുഷ്യൻ ലോകത്ത് ഒരാളുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വരില്ല. കാരണം അവൻ ആരടാന്ന് വെച്ചാ ഞാനടാന്ന് പറയും. നിങ്ങൾക്ക് അങ്ങനെ ആവണം മക്കളെ. എങ്കിൽ നിങ്ങൾ കൈത്തൊഴിൽ നിർബന്ധമായിട്ടും പഠിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തൊഴിൽ പഠിച്ചോ. നിങ്ങൾക്ക് AC മെക്കാനിക് ആണോ അത് പഠിച്ചോ. ഇനി സലൂണിൽ ബ്യൂട്ടീഷ്യൻ ആണോ അത് പഠിച്ചോ. നിങ്ങൾക്ക് എന്താണോ താല്പര്യം. ടൈലറിംഗ് ആണ് ഇനി വരാൻ പോകുന്ന ഒരു വിപ്ലവം. കാരണം വെച്ചാൽ ഇപ്പൊ തന്നെ ഒരു ഷർട്ട് എടുക്കാൻ 250-300 രൂപയൊക്കെയാണ് മക്കളെ. ഒരു ഷർട്ട് എടുക്കാൻ വെറും 1 മണിക്കൂർ മതി. ഒരു ഷർട്ട് കട്ട് ചെയ്യാൻ വെറും 20 മിനിറ്റ് മതി. 20 മിനിറ്റ് കട്ട് ചെയ്യാനും 1 മണിക്കൂർ തയ്ക്കാനും, ഒരു 10 മിനിറ്റ് അത് പ്രസ് ഇസ്തിരി അടിക്കാനും, അങ്ങനെ നിങ്ങൾക്ക് 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ, സോറി, ഒരു മൊത്തത്തിൽ 2 മണിക്കൂർ പിടിച്ചോ. അതിന്റെ ബട്ടൺസും ഹോൾസും ഒക്കെപ്പാടെ കൂടി 2 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു ഷർട്ട് ഈസി ആയിട്ട് അടിക്കാം. ഏത് മഴക്കാലത്തും ഏത് കൊടും വേനൽക്കും AC റൂമിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് ടൈലറിങ്. മക്കളെ അതൊക്കെ ഒന്ന് പഠിച്ചൂടെ? അതൊരു ഹോബി ആയിട്ട് എടുക്കണം. പഠിക്ക്. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ മക്കള്, നിങ്ങളെ മക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്തെങ്കിലും എത്തിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. പറ്റുന്ന കൈത്തൊഴിൽ മക്കളെ കൊണ്ട് പഠിപ്പിക്ക്. ഒരു ഓൾട്രേഷൻ വർക്ക്, ഒരു ഷർട്ടിന്റെ ഒരു കൈ ചെറുതാക്കണം, അല്ലെങ്കിൽ ഈ വണ്ണം നമുക്കൊന്ന് കുറക്കണം. അത് ജസ്റ്റ് ഒരു സ്റ്റിച്ച് പിടിക്കാൻ കിട്ടും 50 റുപ്യ. മനസ്സിലായോ? നിങ്ങൾ കണ്ടില്ലേ നമ്മളെ ടൗണിൽ കൂടെ നോക്കണെങ്കിൽ ഒരു ചെറിയൊരു കോണിക്കൂടി ഉണ്ടാവുള്ളൂ. ആ കോണിക്കൂടിയിൽ ഒരാൾ ഒരു മെഷീൻ കൂടെ ഇരുന്നുണ്ടാവും. അയാളെ കാണുമ്പോൾ നിങ്ങൾക്ക് അല്ല വലിയൊരു ഭംഗിയൊന്നും തോന്നൂല. പക്ഷെ അയാൾ ഒരു ദിവസം 1000-1500 രൂപയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട്. കാണുമ്പോ അയാൾ കുറെ പഴയ ഡ്രസ്സുകള്, കുറെ അങ്ങോട്ട് ഇങ്ങോട്ട്, ഒരു മുഷിഞ്ഞ വേഷം, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാട്. പക്ഷെ നിങ്ങളതിലാറെ ഒരു ദിവസം അയാൾ 1500-2000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ടൈലർമാരെ എനിക്കറിയാം. അറിയോ? കളില്ലാതെ 40,000 രൂപ നാട്ടില് സ്വന്തം ഭാര്യന്റെയും അമ്മന്റെയും മക്കളെ അടിയില്, നാട്ടുകാരുടെ അടിയില് കല്യാണത്തിന് കൂടാം, സൽക്കാരത്തിന് പോവാം, ഒരു വേഷവും മാറ്റണ്ട. അഥവാ ശരീരത്തിൽ നൂലുണ്ട് ഇങ്ങനെ കഴിയുന്ന 2 തട്ടിട്ടിയാൽ മതി, അവിടെ പോവും. ഡ്രസ്സ് മാറ്റണ്ട, നല്ല വൃത്തിയിൽ നടക്കാം. എത്ര നല്ല സ്റ്റാൻഡേർഡ് ജോലി അറിയോ ടൈലറിങ്. ലോകാകെ കറങ്ങാം. സുബൈർ ബാപ്പുക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ടൈലറിംഗ് പറഞ്ഞ ജോലി പഠിച്ചത് കൊണ്ട് തന്നെയാണ് ലോകം മുഴുവനും കറങ്ങിയത്. ബഹ്റൈൻ ആയാലും, ഒമാൻ ആയാലും, സൗദി അറേബ്യ ആയാലും, ബാംഗ്ലൂർ ആയാലും, ബോംബെ ആയാലും, ഗുജറാത്ത് ആയാലും ഞാൻ പോയിട്ടുണ്ടെങ്കിലൊക്കെ ആ ടൈലറിംഗ് പറഞ്ഞ ആ ജോലിയിൽ അതിന്റെ പവർ കൊണ്ട് തന്നെയാണ് പോയത്. നിങ്ങൾക്കും പഠിക്കാം, നിങ്ങളുടെ മക്കൾക്കും പഠിക്കാം. മക്കളെ പഠിപ്പിക്കേ. ഭയങ്കര ഡിമാൻഡാക്കാം. ഇപ്പൊ ഗൾഫിലൊക്കെ പോകണമെങ്കിൽ കർട്ടൻ കടയിൽ സ്റ്റാർട്ടിങ് തന്നെ 3000 റിയാല് സ്റ്റാർട്ടിങ് ശമ്പളം. 3000 റിയാൽ ആണ് എത്ര? 60-70,000 രൂപ ശമ്പളം, സ്റ്റാർട്ടിങ് ശമ്പളം. വളരെ മോശമായിട്ട് നിങ്ങൾ കരുതണ്ട ടൈലറിംഗ് മേഖല. കാരണം മനുഷ്യന്മാര് ഡ്രസ്സുകളിൽ എന്ത് ഇതാക്കിയാലും മനുഷ്യന്മാര് ഡ്രസ്സുകളിൽ നിർത്തൂല. ഡ്രസ്സ് എല്ലാവർക്കും ഫാഷനാ, പക്ഷെ ഡ്രസ്സ് അടിക്കുന്നവനാർക്കും വേണ്ട. അത് മോശപ്പെട്ട ജോലി. ഡ്രസ്സ് ഇങ്ങനെ മാറി മാറി ഇടുന്നത് അതും സ്റ്റാൻഡേർഡ് ജോലി. അതിപ്പോ എങ്ങനെയാ വെച്ചാല് പശുവിന്റെ പാല് കുടിക്കൽ സ്റ്റാൻഡേർഡ്, പശുവിനെ നോക്കുന്നവൻ മോശക്കാരൻ. ശരിയാണോ അല്ലേ സുബൈർ പറഞ്ഞത്? പശുവിനെ നോക്കുന്ന ആള് കന്നാളെ നോക്കുക, അവൻ രണ്ടാം കട പൗരൻ. എന്നാൽ പാല് ഇങ്ങനെ കുടിക്കല് അവൻ ഭയങ്കര സ്റ്റാൻഡേർഡ് VIP, അവൻ പാലാ കുടിക്കുന്നത്. ഈ പാൽ ഉണ്ടാക്കുന്നവനെ കാണുന്നത് പുച്ഛം. അതുപോലെ തന്നെ ടൈലറിംഗ് അടിക്കുന്ന ഒരു ടൈലറെ കാണുന്നത് എന്താ പറയുക? ടൈലറേ എന്ന് പറയും. അതൊരു മോശപ്പെട്ട ജോലി. എന്നാൽ എടാ ഈ ഡ്രസ്സ് കൊള്ളാലോ, എവിടെ അടുത്ത്? അത് കടയിന്നാ. ഏത് കടയിൽ? കടന്റെ പേര് കൊടുക്കും. അപ്പൊ അവന് ആ കടയിൽ എത്ര വില? ഇതിന് 4000. ഈ ഷർട്ടിനെ എവിടെ ആകെ 400-500 രൂപ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ കടക്കാരല്ല. അപ്പൊ നമുക്കറിയാം. കാരണം ഞാനൊക്കെ ബോംബെയിൽ കമ്പനിയിൽ ഇരിക്കുമ്പോൾ നന്നായിട്ട് ഞങ്ങളുടെ കമ്പനിയില് വെറും 350 രൂപയ്ക്ക് വിൽപ്പന നടത്തിയ ഷർട്ട് കടകളില് അത് പാക്ക് ചെയ്ത് വിൽക്കുമ്പോ 1500 രൂപ കൊടുത്തിരുന്നത്. എത്ര ലാഭം? നമ്മളെ കടയിൽ നിന്ന് ഹോൾസെയിൽ ആയിട്ട് ഈ ഷർട്ട് 350 രൂപയ്ക്ക് അവർ കൊണ്ടുപോകും. അതും പാക്ക് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ട്. ഒന്നുമില്ല, അത് അവരെ ഗ്ലാസിന്റെ അവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചുകൊണ്ട് ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ആരെയും വന്ന് കേൾക്കുമ്പോ അവനെ കോട്ട് ഷൂട്ടൊക്കെ ഇട്ടിട്ട് എന്നെ കൈ കെട്ടിയിട്ട് എത്ര അതെ സാർ, അതിന് അധികമൊന്നുമില്ല സാർ, അതിന് 1500 രൂപയുള്ളൂ. ഒന്ന് പാക്ക് ചെയ്തോളൂ. ബസ് എത്ര കിട്ടിയത്? 1100
750 രൂപ ആർക്കാ കിട്ടുന്നത്? ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല അല്ലേ? ഫർണിച്ചറിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ ഫർണിച്ചർ സാധനങ്ങളൊക്കെ നിങ്ങൾ ഫർണിച്ചർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങണം. അപ്പൊ അതിന്റെ ക്വാളിറ്റിയും എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചത് നിങ്ങൾക്ക് അറിയാം. ആ ഫർണിച്ചർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരാളും സാധനം വാങ്ങൂല, എല്ലാവരും വലിയ കടകളിൽ പോകും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഈ ചീനിമരം ഉണ്ടല്ലോ, റോഡ് കോമഡി ഞാൻ പറഞ്ഞോ, ഈ ചീനിമരം റോഡ് സൈഡിൽ വലിയ ചീനിമരങ്ങളില്ലേ, ആ ചീനിമരം ഇവർ കൊണ്ടുപോകും. എന്നിട്ട് അത് ഈർന്നു കഴിഞ്ഞാല് വീട്ടിയുടെ കാതലതിന്, കറുത്ത കാതല, ചീനിക്കും വീട്ടിക്കും ഒരേ കാതല. എന്നിട്ട് ഇവർ എന്താ പറയാ, ഈ ചീനിമരം ഈർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് വീട്ടിയാണോ ചീനിയാണെന്നൊന്നും സാധാരണക്കാരനെ കണ്ടുപിടിച്ചാൻ കഴിയില്ല. എന്നിട്ട് ഈ കാതലിങ്ങനെ കാണാകാരം, ഇതാ മരം, ഇതേ വീട്ടിയാണ് മരം എന്ന് പറയും. എവിടെ? ലോക്കൽ ചീനി മരം റോഡ് സൈഡിലാണ്. ആ ചീനി മരത്തിന് ഇവന് വീട്ടി മരത്തിന്റെ പൈസ വാങ്ങിയിട്ട് പെരയെ കൊണ്ടുപോകും. എന്നിട്ട് 4 ആൾക്കാരോട് പറയാം, ഏതാ മരടാ അറിയോ? വീട്ടിയാത് വീട്ടി. വേറും അഹങ്കാരത്തിനും പൊങ്ങച്ചത്തിനും ജീവിക്കുന്ന മലയാളി സമൂഹം കൈത്തൊഴിൽ പഠിക്കൂല, കൈത്തൊഴിൽ അറിയുന്നവരെ പ്രോത്സാഹിപ്പിക്കൂല. സുബൈർ ബാബു പറയുമ്പോ ഒക്കെ പറയും. ഇന്നത്തെ ടോപ്പിക് അതല്ല. ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു? പലിശയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു, ലോണുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. എങ്കിലും ഈ ലോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു 1ാം പാർട്ടിൽ അല്ലെ, ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. 2ാം പാർട്ടിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പലിശയുമായി ബന്ധപ്പെട്ട് പോവേണ്ടി വന്നു, എന്തുകൊണ്ട് നമ്മൾ പലിശ എടുക്കേണ്ടി വന്നു, എന്തുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മുക്തിയാവുന്നില്ല, എന്തുകൊണ്ട് നമുക്ക് കഴുത്തോല് ഉണ്ടായില്ല, എന്തുകൊണ്ട് നമ്മൾ കഴുത്തോല് ചെയ്യുന്നില്ല, ഇതിനെ കുറിച്ചാണ് ഈ 2ാമത്തെ വിഷയം നമ്മൾ പറയുന്നത്. അപ്പൊ അത് ശ്രദ്ധയോടെ കേൾക്കുക. മക്കളെ നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ പ്രത്യേകം കഴുത്തോല് പഠിപ്പിക്കുക, പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ പല രീതിയിലും കരകൗശല സാധനങ്ങളൊക്കെ വീട്ടില് നിർമ്മിക്കാൻ പറ്റും. അത് അവരെ കൊണ്ട് പഠിപ്പിക്കുക, ചെയ്യട്ടെ. അവര് മക്കൾ വളരട്ടെ. എല്ലാം എന്റെ മക്കൾ കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്ത് കമ്പ്യൂട്ടർ പഠിച്ചു. എന്താണ് ഈ കമ്പ്യൂട്ടറിൽ പഠിക്കുന്നത് എന്തിലോ നമുക്കറിയോ? ആർക്കും അറിയില്ല. എന്താ പഠിക്കുന്നത് കമ്പ്യൂട്ടറിൽ പ്രത്യേകിച്ചൊന്നും അവർ പഠിക്കുന്നുണ്ടാവില്ല. അവർ കുറെ റീൽസ് കാണുന്നുണ്ടാവും, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ടാവും, ടൈം പാസ് ചെയ്യുന്നുണ്ടാവും, അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഗേൾ ഫ്രണ്ടിനോട് ബോയ് ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിനപ്പുറം ഒരു ഉന്തം അവർ നടത്തുന്നുണ്ടാവില്ല. ഇത്ര തന്നെ ഉള്ളൂ. അവർ നിങ്ങൾ എന്ത് ചെയ്ത് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ പിന്നെ ഒരു ഐസക് ന്യൂട്ടനോ അല്ലെങ്കിൽ ഒരു വലിയൊരു ശാസ്ത്രജ്ഞനാവും കരുതിയിരിക്കുക. ആ ഒരു കൂടുതലും മക്കൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, കാര്യം ചെയ്യുക. അതാണ് സത്യമാണ് പറയണത്. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ എന്നോട് ദേഷ്യം ഉണ്ടാവും, പക്ഷെ പറയുന്ന കാര്യത്തിൽ സത്യമാണോ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ എനിക്കെന്റെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളോടും ജ്യേഷ്ഠാനിയന്മാരോടും പറയാനുള്ളത്, മക്കളെ കഴുത്തോല് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിപ്പിക്കണം. അവർക്ക് ഇഷ്ടമുള്ള കഴുത്തോല്. 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാല് മകനെ ഗൾഫിലോട്ടോ മറ്റോ നിങ്ങൾ പറഞ്ഞേക്കുക. നിങ്ങൾക്കൊരു സഹായത്തിനെങ്കിലും നിങ്ങളെ മക്കളാവട്ടെ. 1ാം തരം പോകുന്ന മക്കള് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് സുബൈർ നന്നായിട്ട് അറിയാം. ആ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടണമെങ്കിൽ ആ മക്കൾ എന്തെങ്കിലും കഴുത്തോല് പഠിക്കണം. ഇന്നിപ്പോ ഒരു സഹോദരനായിട്ട് ഞാൻ സംസാരിച്ചപ്പം അദ്ദേഹം ലോണുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടെൻഷനില്ല. ലോൺ അടക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബിസിനസ് ആകാടിയിൽ പോയി. പക്ഷേ 22-23 വയസ്സായ മോനുണ്ട്. മോന് ഗൾഫിലേക്ക് വിട്ടുവിടുന്ന ചോദിച്ചു. അവൻ മോന് ഗൾഫിലേക്ക് പോയി. പക്ഷെ അവന് നാട്ടിൽ പഠിച്ച ജോലി അവൻ അവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നേരെ റിട്ടേൺ അടിച്ചു. ഞങ്ങൾ ആ പൈസ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു. ഞങ്ങൾ അവനെ ഗൾഫിലേക്ക് വിട്ട ആ പൈസ 1.5 ലക്ഷം രൂപ അതോട് കടായി എന്ന് പറഞ്ഞു. ഇതാണ് അവസ്ഥ. മക്കൾക്ക് പണത്തിന്റെ മൂല്യം അറിയില്ല. എന്ത് ചോദിച്ചാലും അത് വാപ്പ തരും, അത് അച്ഛൻ തരും, അല്ലെങ്കിൽ അത് അമ്മ തരും. ആവശ്യം 100 രൂപ വേണം സ്കൂൾ ഫീസ് എടുത്തു കൊടുക്ക അല്ലേ? നോട്ട്ബുക്കിന് പൈസ വേണം, ടൂർ പോകാൻ പൈസ വേണം. നിങ്ങൾക്ക് അറിയില്ലേ, ടൂർ പോകാൻ പൈസ കൊടുക്കായിട്ട് എന്റെ നാട്ടില് ഒരു പയ്യൻ 10ാം ക്ലാസ്സിൽ കളിക്കുന്ന ഒരു കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തില്ലേ? എന്റെ നാട്ടിലാണ്. ഞാൻ പോയിരുന്ന വീട്ടില്. നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ടൂർ പോയിരുന്നോ? ടൂർ പോകാത്തതിന്റെ കാരണത്തല്ല നമ്മൾ ആരും ആത്മഹത്യ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളെ ഇന്ന ഓർമ്മയിലില്ല. ടൂർ പോകാത്തതിന്റെ കാരണത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ അതും സംഭവിക്കുന്നുണ്ട്. നമ്മളെ കാലഘട്ടത്തിൽ എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? 10ാം ക്ലാസ്സിൽ തോൽക്കുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്ത കുറെ ആൾക്കാർക്ക് നമ്മളെ കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതില്ല. കാരണം ഇന്ന് 10ാം ക്ലാസ്സിൽ തോൽവില്ല. ഇന്ന് ഫുള്ള് എല്ലാവരും വാരിക്കോരി കൊടുക്കല്ലേ. അഥവാ ഒരു പൊട്ടനാണ് 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ ആളെ കൊണ്ട് എഴുതിപ്പിക്കുക. 9ാം ക്ലാസ്സിലെ ആളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുകയാണെങ്കിൽ അവനും A+ കിട്ടുന്നത്. അപ്പൊ 9ാം ക്ലാസ് വിദ്യാഭ്യാസം 10ാം ക്ലാസ് വിദ്യാഭ്യാസം എന്താ നോക്കി നിങ്ങൾ. 10ാം ക്ലാസ്സുകാരനെ പരീക്ഷ എഴുതുന്നത് 9ാം ക്ലാസ്സുകാരൻ. എന്നിട്ട് ആ 9ാം ക്ലാസ്സുകാരൻ എഴുതുന്ന പരീക്ഷയിൽ ഈ 10ാം ക്ലാസ്സുകാരൻ A+. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം. നല്ല അടിപൊളി വിദ്യാഭ്യാസം അല്ലേ? അപ്പൊ മക്കള് വിദ്യ കൊണ്ടും വളരില്ല, കൈത്തൊഴിൽ കൊണ്ടും വളരുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ്, ഒരു ദുഷിച്ച കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ ഈ 2024 അവസാന ഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ എല്ലാ പ്രേക്ഷകരോടും, സുബൈർ ബാബുവിന് ഇഷ്ടപ്പെടുന്ന, സുബൈർ ബാബുവിന്റെ ചാനൽ ഫോളോ ചെയ്ത എല്ലാവരോടും പറയാനുള്ളത്,
മക്കളെ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ കൈത്തൊഴിലും പഠിപ്പിക്കുക. എന്നാലേ നമുക്ക് നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രതിസന്ധിയോ ലോൺ അടക്കാതെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ മക്കൾക്ക് അറിയുന്ന കൈത്തൊഴിൽ കൊണ്ട് അവര് നമ്മുടെ കുടുംബത്തെ പോറ്റും, നമ്മളെ പോറ്റും, അവരും ജീവിക്കും. നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളെ മക്കളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ മക്കളെ ആ രീതിയിൽ വളർത്തണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതുവരെ എന്റെ വീഡിയോ ഈ ലൈവ് കണ്ട എല്ലാ കൂട്ടുകാരോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.